ഹേ ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് മോട്ടറോള H50 ഫ്യൂഷൻ ഒരു അപ്ഡേറ്റിംഗ് ചെയ്യാനാണ്. സോ ഇപ്രാവശ്യം അപ്ഡേറ്റുള്ള എല്ലാ മോട്ടറോള ഫോണിനെയും പറ്റി ഞാൻ പറയുന്നത്. അപ്പം ഈ ഒരു അപ്ഡേറ്റ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ നമ്മൾ ഇനിയും പലതരം ടെക്കായിട്ടും പിന്നെ പലതരം വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ഞങ്ങൾ എടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിന് കിട്ടത്തുള്ളൂ. സോ ഗൈസ്, നമുക്ക് ഇനി മോട്ടറോള H50 ഫ്യൂഷൻ്റെ ഒരു അപ്ഡേറ്റിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിത് വൈഫൈ ഓൺ ചെയ്ത് നമ്മൾ നേരെ സെറ്റിങ്സിലാണ് പോകേണ്ടത്. സെറ്റിങ്സിലോട്ട് പോകുമ്പോൾ തന്നെ ഗൈസ് നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് സിസ്റ്റം അപ്ഡേറ്റ് എന്ന് കാണും. സോ അതിൽ ചെക്ക് അവർ അപ്ഡേറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഇപ്പോൾ 42%. മൊത്തം 6 സ്റ്റെപ്പ് ഉണ്ട്. അതിലിപ്പോൾ 3 സ്റ്റെപ്പ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി 3 സ്റ്റെപ്പ് എംപ്റ്റി ആണ് ഗൈസ്. നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബാക്കി 42% ആയിട്ടേ ഉള്ളൂ. ബാക്കി നമുക്ക് നോക്കാം. ഹേ ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം ഒരു വൈഫൈയിൽ കണക്ട് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ ഒരു പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ മൊബൈൽ ഡാറ്റ ആകുമ്പോൾ അത്രയും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടാവും. സോ നിങ്ങളിതൊക്കെ ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ അപ്ഡേറ്റ് 97% ആയി. ഇനി എന്തെങ്കിലും നമ്മൾ മോട്ടറോളയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ട് മാത്രം നിങ്ങൾ അപ്ഡേറ്റിലോട്ട് പോവാം. ഓക്കെ, നമുക്കിത് അടുത്ത അപ്ഡേറ്റിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കൺഫേമിംഗ് ദാറ്റ് ദ ആപ്ലിക്കേഷൻ വാസ് സക്സസ്ഫുള്ളി. ഗൈസ്, പല പേര് പറയും ചിലപ്പോൾ ഇത് മോട്ടറോള ഫോണല്ല വേറെ ഏത് ഫോണാണ്. ഗൈസ്, ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. മോട്ടറോള H50 ഫ്യൂഷൻ്റെ സെയിം റിവ്യൂസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് കയറി നോക്കുക. സോ ഇത് മോട്ടറോളയുടെ ഒരു അപ്ഡേറ്റ് ആണ്. സോ നിങ്ങളിത് കണ്ടിട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. നമുക്കിനി റീസ്റ്റാർട്ട് ചെയ്യണം. സോ റീസ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നും ഇല്ലാതിരിക്കട്ടെ ഗൈസ്. നമ്മളെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് പുതിയ അപ്ഡേറ്റിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം എന്തെങ്കിലും ഉണ്ടോ. നമ്മളെ ഫോൺ ഓണായി. ഹലോ മോട്ടോ. നമ്മളെ ഫോൺ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഫിനിഷിംഗ് സിസ്റ്റം അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇതുവരെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വേറെ ഫോണിന് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ക്യാമറ നോക്കുകയാണെങ്കിൽ ക്യാമറയും വേറെ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ക്യാമറയും വേറെ കുഴപ്പമില്ല ഗൈസ്. പിന്നെ നമ്മളിനി യൂസ് ചെയ്ത് നോക്കിയാൽ ഗ്രീൻ ലൈനൊന്നും ഇല്ല. അതുകൊണ്ട് ഭാഗ്യം. വേറെ കുഴപ്പമൊന്നുമില്ല ഇവിടെ. ഇതുവരായിട്ട് ഇപ്പോൾ നമുക്ക് സിസ്റ്റമിൽ നോക്കിയാലും 15 ആയുണ്ട്. നമ്മളെ ഫോണിന് വേറെ ഒരു പ്രശ്നമില്ല. നമുക്ക് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. Android 14 തന്നെയാണുള്ളത്. പിന്നെ നവംബറിലത്തെ ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഗൈസ്, നമ്മൾ മോട്ടറോള ഇപ്പൊ പുതിയ അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം സോ അതിന്റെ ഇപ്പം വലിയ പ്രശ്നമൊന്നും നമുക്ക് തോന്നിയില്ല. ഇപ്പൊ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. സോ എന്തായാലും ഇത് അപ്ഡേറ്റ് ചെയ്ത് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇതിന്റെ ഒരു നല്ലൊരു റിവ്യൂ ഇടുന്നതായിരിക്കും. സോ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോ നിങ്ങൾ മോട്ടറോള അപ്ഡേറ്റ് ചെയ്യുന്നതിന് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. സോ ഇപ്പം നല്ല വർക്കിംഗ് ആണ് നമ്മളെ മോട്ടറോള. വേറെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ പേടിക്കേണ്ട ഗ്രീൻ ലൈൻ വീഴുവോ അതോ വീഴുവോ. ധൈര്യമായിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഇതിന് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇനി എന്ത് പ്രശ്നം വരുമെന്ന് എനിക്കറിയത്തില്ല. സോ എന്തായാലും നമ്മുടെ വീഡിയോ കാണുക. അപ്പൊ നമ്മുടെ ചാനലിലായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസ് തരാനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്തത്. ബൈ.